കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ. ഷോപ്പിംഗ് മാളുകളിലും മാർക്കറ്റുകളിലും നിയന്ത്രണങ്ങളോടെയാകും പ്രവേശനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സ്വയം പ്രതിരോധത്തിന് ആളുകൾ മുന്നോട്ട് വരണമെന്ന് ചീഫ് സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വ്യാപകമായ പരിശോധന, കർശനമായ നിയന്ത്രണം, ഊർജിതമായ വാക്സിനേഷൻ എന്നീ 3 തലങ്ങളിലൂടെ കോവിഡ് വ്യാപനം തടയാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയവർക്കെല്ലാം കോവിഡ് ടെസ്റ്റ് നടത്തും. മറ്റ് ഹൈറിസ്ക് ആളുകളെയും കണ്ടെത്തും. അടുത്ത 2 ദിവസം കൊണ്ട് 2.5 ലക്ഷം പേർക്ക് പരിശോധന നടത്തും. വാക്സിനേഷനിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിലും പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ. അപ്പോൾ ടെസ്റ്റിംഗ് ക്യാമ്പയിനും വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ കൂടെ, ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഒരു തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിലും ഒറ്റയടിക്ക് ഒത്തിരി പേരെ ടെസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു 2.5 ലക്ഷം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നത്. ഉയർന്ന തോതിൽ വ്യാപനം നടക്കുന്ന പ്രദേശങ്ങളിലും മാർക്കറ്റുകളിലും മൊബൈൽ PCR ടെസ്റ്റിംഗ് യൂണിറ്റുകൾ ഉപയോഗപ്പെടുത്തും. മാളുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്താനാണ് നിർദ്ദേശം. വിവാഹ ചടങ്ങുകൾ നടത്താൻ പ്രത്യേക അനുമതി ആവശ്യമില്ലെങ്കിലും വിവരം അധികൃതരെ അറിയിക്കണം. ഇൻഡോർ പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 75ആയും പുറത്തുള്ള പരിപാടികളിൽ 150ആയും പരിമിതപ്പെടുത്തി. ഉത്സവങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ആളുകൾ കൂടാതെ ശ്രദ്ധിക്കണം. ജില്ലാ ഭരണാധികാരികൾ അതാത് പ്രദേശത്തെ മതനേതാക്കളുമായും വ്യാപാരി വ്യവസായികളുമായും ചർച്ച നടത്താൻ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തും. ട്യൂഷൻ സെന്ററുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. ആദ്യഘട്ടത്തിലെ പോലെ സമ്പർക്ക വിവര ശേഖരണം ശക്തിപ്പെടുത്താനും തീരുമാനമായി. ന്യൂസ് 18 തിരുവനന്തപുരം. പാനൂർ മൻസൂർ വധക്കേസിൽ മുഖ്യപ്രതിയടക്കം 2 പേർ കൂടി അറസ്റ്റിൽ. കൃത്യത്തിന് നേതൃത്വം കൊടുത്ത വിപിൻ, 3ാം പ്രതി സംഗീത് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. കേസിൽ ഇതുവരെ 7 പേരാണ് അറസ്റ്റിലായത്. മനു ചേരുന്നു. മനു, 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇവർ പ്രധാന പ്രതികളാണെന്ന് അറിയുന്നു. ചോദ്യം ചെയ്യൽ തുടരുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. ഇവർ പിടിയിലായതിനു ശേഷം ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. തുടർന്നാണ് ഇവരുടെ പങ്ക് വ്യക്തമായത്. ഇതിൽ ഈ മൻസൂർ വധക്കേസിലെ മുഖ്യ പ്രതികൾ തന്നെയാണ് പിടിയിലായിട്ടുള്ളത്. കൃത്യത്തിന് നേതൃത്വം കൊടുത്തത് വിപിനാണ്. 3ാം പ്രതിയായ സംഗീതും, അങ്ങനെ വിപിനും സംഗീത്, ഈ 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ ആയിട്ടുള്ളത്. പുല്ലൂക്കര സ്വദേശിയായ വിപിനാണ് മൻസൂറിനെ ബോംബെറിഞ്ഞത്. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ ബോംബറിൽ കാലിലുണ്ടായ പരിക്കിൽ നിന്ന് രക്തം വാർന്നാണ് മൻസൂർ മരിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ആ ബോംബ് എറിഞ്ഞത് വിപിനാണ് എന്നാണ് പോലീസിനെ ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. മോന്താൽ പാലത്തിനടുത്ത് ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അവിടെ പരിശോധന നടത്തി ഇവരെ പിടികൂടിയത്. ശരി, നന്ദി മനു. ഭീതി പരത്തി രാജ്യത്ത് കോവിഡിന്റെ അതിതീവ്ര വ്യാപനം. 24 മണിക്കൂറിനിടെ 2 ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർച്ചയായ 2ാം ദിവസവും 1000-ലധികം പേർ മരിച്ചു. പല സംസ്ഥാനങ്ങളിലും ആശുപത്രികൾ കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു. പൊതുശ്മശാനങ്ങളിൽ കൂട്ടത്തോടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ നിഗംബോധ്ഘട്ട്, ഗുജറാത്തിലെ പൊതുശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലെയും കരൾ പിളരും കാഴ്ച ഇതുതന്നെ. രാജ്യത്തെ കോവിഡ് ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് അണയാത്ത ഈ ചിതകൾ. പതിനൊന്ന് ദിവസം കൊണ്ടാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് നിരക്ക് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർന്നത്. ഇന്നലെ 2,739 കേസുകൾ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1038 പേർ മരിച്ചു. ആകെ മരണസംഖ്യ 1,73,123 ഉയർന്നു. 14 ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു. ഡൽഹി, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും കോവിഡ് ചികിത്സ കടുത്ത പ്രതിസന്ധിയിലാണ്. വാക്സിൻ കിട്ടാനില്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായ മഹാരാഷ്ട്രയിൽ 15 ദിവസത്തെ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വന്നു.
രാജസ്ഥാനിൽ നാളെ മുതൽ നഗരപ്രദേശങ്ങളിൽ രാത്രികാല കർഫ്യൂ നടപ്പിലാക്കും. ഉത്തർപ്രദേശിൽ പ്രതിദിന വർധന 20,000 കടന്നു. 11 ദിവസം കൊണ്ടാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം കടന്നത്. കോവിഡ് അതിതീവ്ര വ്യാപനത്തിലേക്ക് കടന്നതിനാൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് സംസ്ഥാനങ്ങൾ കർശന പരിശോധന നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ക്യാമറമാൻ സത്യപ്രകാശിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 18-ന് നടക്കേണ്ടിയിരുന്ന പരീക്ഷയാണ് മാറ്റിയത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ വ്യക്തമാക്കി. നേരത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കുകയും +2 പരീക്ഷ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രി ധർമ്മടത്ത് റോഡ് ഷോയിൽ പങ്കെടുത്തത് പ്രോട്ടോകോൾ പാലിക്കാതെയാണെന്നും മുരളീധരൻ ആരോപിച്ചു. പോസിറ്റീവായി 10 ദിവസം തികയുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ 2ാം ടെസ്റ്റ് നടത്തി ആശുപത്രി വിട്ടതാണ് വിവാദമായത്. മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചില്ലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. തൃശൂർ പൂരം വെടിക്കെട്ടിന് സ്ഫോടന സുരക്ഷാ വിഭാഗത്തിന്റെ അനുമതി. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടും പൂരം വെടിക്കെട്ടും നടത്താം. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനാണ് അനുമതി നൽകിയത്. ഈ മാസം 21-ന് വൈകിട്ട് 7-നാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. 23-നാണ് തൃശൂർ പൂരം. 24-ന് പുലർച്ചെ ഇരു ദേവസ്വങ്ങളുടെയും വെടിക്കെട്ട് നടക്കും. പൂരം നിയന്ത്രണങ്ങളോടെ നടത്തുന്ന സാഹചര്യത്തിൽ വെടിക്കെട്ട് മുൻ വർഷങ്ങളിലേതുപോലെ ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത്. തൃശൂർ പൂരത്തിന് പ്രവേശനം പാസ് മൂലമെന്ന് ചീഫ് സെക്രട്ടറി VP ജോയ്. വാക്സിനേഷൻ നടത്തിയവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമാകും പ്രവേശനമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡോർ ഔട്ട്ഡോർ യോഗങ്ങളുടെ നമ്പറിൻ്റെ തീരുമാനം ഈ തരം ഉത്സവം ഉൾപ്പെടെയുള്ള ഫംഗ്ഷന് ആപ്ലിക്കബിളാണ്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ വാക്സിനേഷൻ കിട്ടിയവരാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിപ്പോർട്ടുള്ളവരാണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം കൂടുതൽ ആളുകളെ. അത്തരം പാസ് ലിസ്റ്റ് ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി MLA നാളെ ചോദ്യം ചെയ്യും. ഷാജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പണവും രേഖകളും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. KM ഷാജി MLAയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 1/2 കോടി രൂപയും കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച 72 രേഖകളും കോടതിക്ക് കൈമാറിയത്. 1/2 കോടി രൂപയ്ക്ക് രേഖകൾ ഹാജരാക്കാൻ ഷാജിയുടെ ആവശ്യപ്രകാരം വിജിലൻസ് സാവകാശം നൽകിയെങ്കിലും ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. പൊറ്റമ്മലുള്ള വിജിലൻസ് ഓഫീസിൽ രാവിലെ 10 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ നൃത്തത്തിന് പിന്തുണയുമായി സിറോ മലബാർ സഭ അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം. വിദ്വേഷ പ്രചാരണം സാമൂഹിക മനോരോഗമായി. മതതീവ്രവാദത്തിന്റെ വിൽപ്പനക്കാർ രാഷ്ട്രീയ പാർട്ടികളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതത്തിന്റെ പേരിൽ പരസ്യ വോട്ടുപിടുത്തം നടന്നു. അയ്യപ്പനു വേണ്ടി ചെയ്തതും ചെയ്യാതിരുന്നതും എന്ന രീതിയിലായി പ്രചാരണം. മതേതരത്വത്തെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന തീവ്ര ചിന്ത ക്രൈസ്തവരും പങ്കുവയ്ക്കുന്നു. PC ജോർജിനെതിരെയും ലേഖനത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം പടരുന്ന വിഷചിന്തയുടെ സൂചനയാണെന്നാണ് വിമർശനം. 15-കാരനെ കുത്തിക്കൊലപ്പെടുത്തി പടയണിവട്ടം സ്വദേശി അഭിമന്യുവാണ് കൊല്ലപ്പെട്ടത്. RSS നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്ന് CPM ആരോപിച്ചു. കൊലപാതകത്തിന് RSSന് പങ്കില്ലെന്നാണ് BJPയുടെ വിശദീകരണം. അതേസമയം വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെ മാവേലിക്കര പടയണിവട്ടം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു കൊലപാതകം. ക്ഷേത്രമുറ്റത്ത് നടന്ന തർക്കത്തിനിടെ അഭിമന്യുവിനെ RSS പ്രവർത്തകനായ സജയ് ദത്ത് കുത്തിവീഴ്ത്തി. അഭിമന്യുവിനൊപ്പം ആദർശ്, കാശി എന്നീ വിദ്യാർത്ഥികൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. സജയ് ദത്തിന്റെ അച്ഛനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. RSS നടത്തിയ ആസൂത്രിത കൊലപാതകമാണ് അഭിമന്യുവിന്റേതെന്ന് CPM ആരോപിച്ചു. വളരെ ആസൂത്രിതമായ ഉദ്ദേശത്തോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ്. എന്നാൽ സഹോദരൻ അനന്തു DYFI പ്രവർത്തകനാണെന്നും അഭിമന്യുവിന് രാഷ്ട്രീയമില്ലെന്നും പിതാവ് അമ്പിളികുമാർ പറഞ്ഞു. പാർട്ടിയുടെ പ്രവർത്തനത്തിനൊന്നും പോകുന്ന ആളല്ല, പാർട്ടിയുടെ ചായ ഉള്ള ആളാണ്. അവർക്ക് എല്ലാവരും സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രാദേശിക തർക്കമാണെന്നും RSSന് പങ്കില്ലെന്നും BJP വ്യക്തമാക്കി. കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പിതാവും പോലീസും ഒരുപോലെ അസന്നിഗ്ധമായി ഇത് രാഷ്ട്രീയ ബന്ധമില്ലാത്ത സംഭവമാണ് എന്ന് പറയുമ്പോഴും CPM ഈ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്.
പ്രാദേശിക തർക്കങ്ങളും വ്യക്തിവൈരാഗ്യവുമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് 18 ആലപ്പുഴ. ISRO ചാരക്കേസ് ഗൂഢാലോചന CBIക്ക് വിട്ട് സുപ്രീംകോടതി. നമ്പിനാരായണനെ കൊടുക്കാൻ കേരള പോലീസ് ഗൂഢാലോചന നടത്തിയിരുന്നോ എന്ന് CBI അന്വേഷിക്കും. ജസ്റ്റിസ് ഗാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ പ്രതികരിച്ചു.